2-3 ദിവസമായിട്ട് ഞാൻ നോക്കുമ്പോഴേ ശബരിമലയിൽ അയ്യപ്പൻ ഉണ്ടോ എന്നുള്ളൊരു സംശയത്തിലാണ് ഇപ്പം ഞാൻ. അയ്യപ്പനും അയ്യപ്പൻ്റെ വിഗ്രഹമൊക്കെ ഒന്നില്ലെങ്കിൽ ഇറങ്ങി ഓടിക്കാണും, അല്ലെങ്കിൽ ഇവന്മാർ മറച്ച് വിറ്റ് കാണും. മറ്റേ ആസിഫലൊരു സിനിമയിൽ പറയുന്നില്ലേ, ഞങ്ങൾ കക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഷെഡിയുടെ മുകളിലുള്ള കോണകം വരെ അടിച്ചു മാറ്റി വിൽക്കുന്ന പരിപാടി കാണിക്കരുത് എന്ന് പറഞ്ഞാൽ ആ ഡയലോഗാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഇവന്മാരോട് പറയാൻ തോന്നുന്നത്. യജ്ജാതി കക്കലിടൂ. ഒന്നും ഒരു ദൈവത്തിൻ്റെ ആൾക്കാരാണ്, ദൈവം പറഞ്ഞ് പണിയെടുക്കുന്ന ആൾക്കാരാണ്, ഞങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അടുത്ത് എത്താൻ പറ്റൂ എന്ന് പറഞ്ഞിട്ട് നാട്ടുകാരെ മുക്കി നടക്കുകയാണ്. അതിനിടയിൽ കൂടി ദൈവത്തിനെ മുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏത് ദൈവത്തിനാണോ ഇത്രത്തോളം സ്വർണത്തിനും ആഭരണത്തിനും ഒക്കെ ആഗ്രഹം മൂത്ത് നടക്കുന്ന ദൈവങ്ങൾ? ഏതെങ്കിലും ദൈവം പറഞ്ഞിട്ടുണ്ടോ ഈ കാട് കയറി മലേൻ്റെ മുകളിൽ പോയിരുന്ന അയ്യപ്പൻ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ സ്വർണ്ണത്തിൽ കുളിപ്പിച്ച് ഇരുത്തണം എന്നുള്ളത്? വിജയ് മല്യ കൊടുന്ന് കുറേ സ്വർണം കൊടുക്കാനും അതെടുത്ത് വാരി പൂശാൻ കുറേ ഉണ്ടോ. കുറേ കാലത്തിന് ഇപ്പം അതൊക്കെ തൂക്കിയെടുത്ത് വിറ്റ് കട്ടി മുടിക്കാൻ വേറെ കുറേ ആൾക്കാർ. ഇതിനിടയിൽ കുറേ സിനിമാക്കാർ അതിനിടയിൽ കൂടി കയറിയിട്ട് അത് വീട്ടിൽ കൊടുത്ത് പൂജ ബാക്കി പരിപാടികൾ. എന്തൊക്കെയല്ലേ നടക്കുന്നത്? എല്ലാം ഭക്തി ചുറ്റിപ്പറ്റിയിട്ടാണ് ഇമാതിരി പരിപാടികൾ നടക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും അയ്യപ്പൻ്റെ സന്നിധിയിൽ ശബരിമലയിൽ ദ്വാരപാലക വിഗ്രഹങ്ങളിലെ സ്വർണം പൂശിയ വിഷയം സംബന്ധിച്ചിട്ടാണ് ഇപ്പോഴത്തെ മൊത്തത്തിലുള്ളൊരു ടോക്ക് മുന്നോട്ട് പോകുന്നത്. ഏകദേശം എല്ലാവരും കൂടി മുക്കിയതൊരു 5 കിലോ ഗോൾഡ്, ഏകദേശം ഒരു 620 സംതിങ് പവൻ സ്വർണം വരും. ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് റേറ്റ് വെച്ചിട്ടൊരു 5,30,00,000 രൂപേൻ്റെ അടുപ്പിച്ചുള്ള മുക്കൽ കക്കൽ പരിപാടികൾ നടന്നു എന്നുള്ളതാണ് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നത്. ഓക്കെ, അതിൽ തന്നെ ഒരു ഉണ്ണികൃഷ്ണ പോറ്റി. ആരടാ ഇവൻ എന്നുള്ളത് ഒരാൾക്കും അറിയില്ല. ഞാൻ ഇത്രയും ദിവസത്തെ എല്ലാ അപ്ഡേറ്റ്സും എല്ലാ വീഡിയോയും കണ്ടപ്പോൾ ഒരാളും ക്ലിയർ കട്ടായി പറയാത്തത്, ഒരു അധികാരികളും പറയാത്തൊരു കാര്യമാണ്, ആരാണ് ഈ ഉണ്ണികൃഷ്ണ പോറ്റി? ഇതിപ്പോൾ ലാസ്റ്റ് എന്താ പറയുക, ഒരൊറ്റ പേരിലാണ് നിൽക്കുന്നത്, ഒരു ഉണ്ണികൃഷ്ണ പോറ്റീൻ്റെ പേരിൽ മാത്രം. അയാൾ തഴിച്ചുകൊണ്ട് പോയി, അയാൾ കൊണ്ടുപോയി വേറൊരാൾക്ക് കൊടുത്തു. അപ്പം അത് ചെമ്പായിരുന്നു, പക്ഷെ അതിന് മുമ്പ് അത് സ്വർണ്ണമായിരുന്നു. പക്ഷേ ഈ ഉണ്ണികൃഷ്ണ പോറ്റി ആരവിടെ കൊണ്ടുവന്നു? അവിടെയുള്ള തന്ത്രിയുടെ അസിസ്റ്റൻ്റാണ് ഈ ഉണ്ണികൃഷ്ണ പോറ്റി എന്നാണ് പല ന്യൂസിൽ നിന്നും എനിക്ക് മനസ്സിലായത്. ഒരു അസിസ്റ്റൻറ്റിൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പോറ്റിക്ക് ഇത്ര പവറാണ്. എന്താണെങ്കിലും ഉണ്ണികൃഷ്ണ പോറ്റി ആരാന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കണം. അതിനുശേഷം മാത്രമേ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. പിന്നെ ഒരു ഉണ്ണികൃഷ്ണ പോറ്റിയിൽ മാത്രം നിൽക്കുന്നൊരു കേസാണോ എന്നുള്ളതും നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. ഞാനിവിടെ സൈഡിൽ പ്ലേ ചെയ്യുന്നത് ഓരോ ടൈം ലൈനിൽ 2000 മുതൽ ഇങ്ങോട്ട് ഈ മീഡിയാസ് കവർ ചെയ്യുമല്ലോടെ ശബരിമല എന്താണെന്നുണ്ടെങ്കിലും. അപ്പോൾ ആ ടൈമിലൊക്കെ ഒരു 2000 മുതൽ ഒരു 2019 ഈ ഒരു സാധനം എടുത്തുകൊണ്ട് ഇളക്കി കൊണ്ടുപോയി സ്വർണം പൂശാനാന്ന് പറഞ്ഞിട്ട് പിന്നെ ചെമ്പാന്ന് പറഞ്ഞുള്ള വിവാദം ഉണ്ടായിട്ടുള്ളത്. 2000 മുതൽ ഇങ്ങോട്ട് 2018, 19, 20 കാലഘട്ടത്തിലൊക്കെ അവിടെ ദ്വാരപാലക ഈ പറഞ്ഞ ശില്പത്തിൻ്റെ മുകളിൽ സ്വർണ്ണപ്പാളി തന്നെയാണുള്ളത്. ഇത് കംപ്ലീറ്റ് സ്വർണ്ണത്തിൽ തീർത്തൊരു പരിപാടിയല്ല. ദ്വാരപാലക വിഗ്രഹങ്ങൾ അതിൻ്റെ പുറത്താണ് ഈ സ്വർണ്ണത്തിൻ്റെ കോട്ടിങ് അടിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും അതിൻ്റെ ഒരു ടൈം ലൈൻ ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട്. ഈ ടൈം ലൈൻ്റെ അകത്തൊക്കെ ഇത് സ്വർണ്ണത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് നോക്കേണ്ട കാര്യം വിജയ് മല്യ കൊടുത്ത എമൗണ്ട് ഓഫ് ഗോൾഡും അതെങ്ങനെയാണ് അവിടെ അടിച്ചത് എന്നുള്ളതാണ്. വിജയ് മല്യ മൊത്തം നൽകിയത് 30.3 കിലോ സ്വർണം, 1900 കിലോ ചെമ്പും. ഇതുപയോഗിച്ച് ശ്രീകോവിലിന്റെ മേൽക്കൂരയും ദ്വാരപാലക ശില്പവും സ്വർണം പൂശി. നിർണായകമായ വിവരങ്ങൾ അടങ്ങുന്ന രേഖകൾ കണ്ടെടുത്തത് ദേവസ്വം മരാമത്ത് ഓഫീസിൽ നിന്നാണ്. നേരത്തെ ഈ രേഖകൾ കാണാത്തത് വിവാദമായിരുന്നു. 98-ൽ സ്വർണം പൂശുന്ന ജോലികൾക്ക് മേൽനോട്ടം വഹിച്ചത് മരാമത്ത് വിഭാഗമാണ്. അന്നത്തെ രജിസ്റ്ററും അനുബന്ധ രേഖകളുമാണ് കണ്ടെടുത്തത്. 2019-ൽ ദ്വാരപാലക ശില്പങ്ങളുടെ ചെമ്പ് പാളികളാണ് തങ്ങൾക്ക് ലഭിച്ചത് എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും സഹ സ്പോൺസർമാരും വാദിക്കുന്നത്. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ കഴിയുന്ന അന്നത്തെ യഥാർത്ഥ രേഖകളാണ് ഇപ്പോൾ ദേവസ്വം വിജിലൻസ് കണ്ടെടുത്തിരിക്കുന്നത്. പൂശിയ സ്വർണം പിന്നെ എങ്ങനെ ചെമ്പായി മാറിയെന്നതിൽ തുടരുന്നത് അടിമുടി ദുരൂഹത. സംശയമുന നീളുന്നത് പോറ്റിയിലേക്ക്. സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റി ഭക്തിയുടെ മറവിൽ വലിയ രീതിയിൽ പണപ്പിരിവ് നടത്തിയെന്നാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ. ഉന്നതർക്കൊപ്പമുള്ള ഫോട്ടോകളടക്കം പോറ്റി ഉപയോഗിച്ചു. ശബരിമലയിൽ മേൽശാന്തിയുടെ പരികർമ്മിയായി വന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി പൊടുന്നനെ സ്പോൺസറായി മാറുന്നു. കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ തന്നെ 30 കോടിയിലേറെ രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഇയാൾ നടത്തിയിട്ടുണ്ടെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയിട്ടുള്ളത്. എവിടെ നിന്ന് കിട്ടി
ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ പണം. സമ്പാദിക്കുന്ന പണം പലിശയ്ക്ക് നൽകലുമുണ്ട് പോറ്റിക്ക്. തിരിച്ചടവ് വൈകിയാൽ ഭൂമി ബന്ധുക്കളുടെ പേരിൽ ഏറ്റെടുക്കുന്നതാണ് രീതി. സ്വന്തം പേരിലും ഭാര്യയുടെയും അമ്മയുടെയും പേരിലും ഭൂമിയുണ്ടെന്നാണ് കണ്ടെത്തൽ. മുൻ ദേവസ്വം കരാറുകാരനാണ് തലസ്ഥാനത്തെ ഇടനിലക്കാരൻ. ഒറ്റയ്ക്കിതെല്ലാം ചെയ്യാൻ പോറ്റിക്ക് കഴിയില്ല. ദേവസ്വം ബോർഡിലെ ഉന്നതരുടെ അടക്കം സഹകരണം ഇടപാടുകളിൽ പോറ്റിക്ക് ലഭിച്ചുവെന്ന് വ്യക്തമാണ്. പോറ്റി ഒറ്റയ്ക്കല്ല. പക്ഷേ ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ വന്നതുകൊണ്ടും കോടതി ഇടപെട്ടത് കൊണ്ടും മീഡിയ ഇടപെട്ടത് കൊണ്ടും ഇനി ഇത് പോറ്റിയെ ഒറ്റയ്ക്കാക്കി മാറ്റും. മനസ്സിലായോ? ബാക്കിയുള്ളവരൊക്കെ അങ്ങോട്ട് സൈഡായിട്ട് പോറ്റിയുടെ തലയിൽ ഒറ്റയ്ക്ക് വെച്ച് കൊടുക്കാനുള്ളൊരു പരിപാടി ഇതിനിടയിൽ നടക്കുന്നതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പറഞ്ഞ പോലെ 2019 പുനരുദ്ധാരണത്തിൻ്റെ ഭാഗമായിട്ട് ഈ സ്വർണ്ണപ്പാളികൾ അഴിച്ചു മാറ്റി പോറ്റി ത്രൂ ഇത് കൊണ്ടുപോയത്. ശരിക്കും നിയമം വെച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് അമ്പലത്തിനകത്തുള്ള പ്രിമൈസിൽ തന്നെ വെച്ചിട്ട് അഴിച്ച് പണിഞ്ഞ് അവിടെ തിരിച്ച് കയറ്റി വെക്കണം എന്നാണ് ഈ സ്വർണ്ണപ്പാളികളുടെ കാര്യത്തിൽ ഉള്ളത്, മെയിൻ്റനൻസ് വർക്കിൻ്റെ കാര്യത്തിൽ. പിന്നെ അത് മെയിൻ്റനൻസ് വരുമോ ഇല്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഉത്തരങ്ങൾ ഞാനിവിടെ വയ്ക്കാം ഓരോരുത്തർ പറയുന്നത്. എനിക്ക് മനസ്സിലായിടത്തോളം സ്വർണ്ണമാണ് പൂശിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ശബരിമലയിൽ പോയവർക്കറിയാം. ഞാൻ എൻ്റെ അമ്മമ്മ കൊണ്ടുപോയ ഒരു ടൈമിലൊക്കെ പോയ സമയത്തും പിന്നെ ഇപ്പോഴുള്ള വിഷ്വൽസ് കാണുമ്പോൾ നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും. ഈ ദ്വാരപാലക വിഗ്രഹം ഇരിക്കുന്ന അതിൻ്റെ ഒരു ഹൈറ്റും അതിൻ്റെ ഒരു മൊത്തം സ്ട്രക്ചർ നോക്കുമ്പോൾ നമുക്കത് ഒന്നാമത് അതിൻ്റെ എത്ര അടുത്ത് പോയാലും ഏകദേശം ആ വിഗ്രഹത്തിൻ്റെ ഒരു പകുതി എത്താൻ പറ്റും. ഈ പകുതി മാത്രമേ നമുക്ക് തൊടാനോ അല്ലെങ്കിൽ ഇനി കോയിൻ എറിയുമ്പോൾ അവിടെ കാണിക്ക എറിയുമ്പോൾ തട്ടി വീഴുന്നൊക്കെ അങ്ങനെ ഉണ്ടാവാനുള്ള വഴിയുള്ളൂ അവിടെ എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ തന്നെ. ഇനി അല്ല അതിനകത്തേക്ക് എന്തെങ്കിലും കൊണ്ടുപോകുമ്പോൾ നിവേദിക്കാൻ കൊണ്ടുപോകുന്ന എന്തെങ്കിലും സാധനങ്ങൾ വീണിട്ടൊക്കെ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഒരു ഹാഫിലേ നടക്കൂ. ഹാഫിൻ്റെ മുകളിലേക്ക് ഈ സ്വർണ്ണമായിട്ട് തന്നെ ഇരിക്കണം. അവിടെ ഒന്നും സംഭവിക്കാൻ ചാൻസ് ഞാൻ കാണുന്നില്ല. പക്ഷെ ഇത് മൊത്തമായിട്ട് സ്വർണ്ണമല്ല എന്നാണ് പറയുന്നത്. 2019 ഇത് പുനരുദ്ധാരണത്തിൻ്റെ ഭാഗമായിട്ട് സ്വർണ്ണപ്പാളികൾ അഴിച്ചെടുത്ത് പറയുമ്പോൾ സ്വർണ്ണപ്പാളികളല്ല കൊണ്ടുപോയത്, വെറും ചെമ്പാണെന്ന് പറയുന്നത്. അപ്പോൾ ഈ വിജയ് മല്യ കൊടുത്ത് സ്വർണ്ണം പൂച്ച സാധനം ആരുടെ ചെമ്പാക്കിയതിനിടയിൽ അപ്പോൾ ഏതാണ് ആ കാട്ടുകള്ളൻ, ആരാണ് ആ കള്ളത്തനം ചെയ്തതെന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. 1999 നമ്മുടെ വിജയ് മല്യ ഏകദേശം 30 കിലോ സ്വർണ്ണമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഇനി വിജയ് മല്യ ഇതിനകത്ത് വല്ല പോഡ്കാസ്റ്റും കൊടുക്കുമെന്നുള്ളത് എനിക്കറിയില്ല. എന്താണെങ്കിലും ഈ പാളികളിൽ സ്വർണം പൂശിയോ ഇല്ലേ എന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. ആ കാലഘട്ടത്തിൽ ഈ സ്വർണം പൂശലിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ എൻക്വയറിക്കും ഭാഗത്തിനൊക്കെ ആയിട്ട് ഒരാളുണ്ടായിരുന്നു ഈ 1999. ആ വ്യക്തി ഇപ്പോൾ ഒന്ന് പറയുന്നത് എന്താണെന്നുള്ളത് കേട്ടോ. എന്നോടൊപ്പം തമിഴ്നാട് സ്വദേശിയായ സെന്തിൽ നാഥൻ അദ്ദേഹമുണ്ട്. അദ്ദേഹത്തിന് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോൾ ഉണ്ട്. സെന്തിൽ നാഥനായിരുന്നു 1999 ശബരിമലയിൽ വിജയ് മല്യ നടത്തിയ അവിടുത്തെ സ്വർണം പൊതിയുന്ന നടപടികൾ ഇൻസ്പെക്ട് ചെയ്യുകയും അത് കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തത് എറണാകുളം സ്വദേശിയായ സെന്തിൽ നാഥനാണ്. അവരുടെ റെക്കോർഡ്സ് വെച്ചിട്ടാണ് ഞാൻ ഇൻസ്പെക്ട് ചെയ്തത്. ദാറ്റ് മീൻസ് അറൌണ്ട് 30.3 കിലോസ് അവരവിടെ കൊടുത്തതായിട്ടും അത് ഉപയോഗിച്ച് പൂശിയതായിട്ടുമാണ് അവിടെ റെക്കോർഡുള്ളത്. ഒരു കാര്യം അറിയേണ്ടത്, അവിടുത്തെ ദ്വാരപാലക ശില്പങ്ങളിൽ താങ്കൾ ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ സ്വർണം പൂശിയിരുന്നോ? ഉണ്ട് 100% അതിൻ്റെ അകത്ത് സ്വർണം പൂശിയത് തന്നെയായിരുന്നു അവിടെ. അതിൽ വരാവുന്ന ഒരു വ്യത്യാസം എന്ന് പറയപ്പെടുന്ന കാലക്രമേണ നമുക്കത് തൊട്ട് വരുന്ന സ്ഥലങ്ങളിൽ ഡെഫിനറ്റ് ആയിട്ട് സ്വർണം അതിൽ നിന്നും പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതായത് കെമിക്കൽ പ്രോസസ്സ് വഴി. ഫിംഗർ പ്രിന്റ്സിലും ആക്ച്വലി കെമിക്കൽ പ്രോസസ്സ് ഉണ്ട്. അങ്ങനെയെങ്കിൽ ഈ ദ്വാരപാലക ശില്പങ്ങളിൽ മാത്രം എന്തുമാത്രം സ്വർണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്? മാക്സിമം ഓരോ പീസിലും 2.5 വെച്ച് വരാം. ഒരു 5 കിലോസ് രണ്ടും കൂടി ചേർന്ന് അമാൽഗമേഷൻ പ്രോസസ്സിൽ യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ചെന്നൈയിൽ കൊണ്ടുപോയി ഇപ്പോൾ ഈ ഗോൾഡ് ഇലക്ട്രോ പ്ലേറ്റിംഗ് നടത്തിയതിനു ശേഷം തിരിച്ചു വന്ന സ്വർണത്തിൽ അവിടെയുള്ളത് 49 പവനാണ് ഈ രണ്ട് ശില്പങ്ങളിലൂടെ ഉള്ളത്. 49 പവൻ എന്ന് പറയുമ്പോൾ 400 ഗ്രാമാണ്. 400 ഗ്രാം. ഇലക്ട്രോ പ്ലേറ്റിംഗ് പ്രോസസ്സ് എപ്പോഴും കുറഞ്ഞ കണ്ടൻസേ യൂസ് ആവുകയുള്ളൂ. അതും എക്സാക്ട് മെഷർമെന്റ് എടുക്കാൻ പറ്റില്ല. 100% അന്വേഷിക്കേണ്ട പാർട്ട് ഏതാണെന്ന് വെച്ചാൽ ഇവിടുന്ന് കൊടുത്തുവിട്ട രേഖകളുണ്ടോ എന്ന് നോക്കണം. ഒന്നത്. രണ്ടാമത്തെ കാര്യം ചെമ്പ് മാത്രമാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. അങ്ങനെയാണ് സ്മാർട്ട് ക്രിയേഷൻസ് ഏതൊരു കമ്പനി കിട്ടിയപ്പോൾ കോപ്പർ മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞാണ് അവർ അഡ്വക്കേറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ സാഹചര്യത്തിൽ കോപ്പർ ആണെന്നുണ്ടെങ്കിൽ
കംപ്ലീറ്റ് ഗോൾഡ് അതിൽ നിന്ന് പോകാൻ ഒരു സാധ്യതയുമില്ല. അവര് പറയുന്നത് പുതിയൊരു കോപ്പർ പ്ലേറ്റ് ആണ് കിട്ടിയതെന്നാണ് പറയുന്നത്. അത് സാധ്യതയില്ലാത്ത വരിക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബോർഡ് ഇസ് റെസ്പോൺസിബിൾ ടു സീ ദാറ്റ്. ബോർഡ് വന്നിട്ട് അതിന്റെ ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ. ഇൻ ദ സെൻസ് ആ പൂശിയിരുന്ന ഗോൾഡ് എവിടെ പോയി. ഒരു കാര്യം കൂടി, ഈ വിജയ് മല്യ അവിടെ പൂശിയ സ്വർണം, അവിടെ നൽകിയ സ്വർണം, അവിടെ റാപ്പ് ചെയ്ത ആ സ്വർണം, ഈ 33 കിലോ, അത് എത്ര ക്യാരറ്റ് സ്വർണമായിരുന്നു? പ്യുവർ ഗോൾഡ് ആയിരുന്നു? 24 കാരറ്റ് തന്നെയാണ്. അതല്ലാണ്ട് ഈ പ്രോസസ്സിന് യൂസ് ചെയ്യാൻ പറ്റില്ല. വിജയ് മല്യ കള്ളനാണോ എന്നുള്ളൊരു ചോദ്യം ഈ വിഷയത്തിൽ സ്വർണം കൊടുത്ത വിഷയത്തിൽ കള്ളനാണോ എന്നുള്ളൊരു ചോദ്യം ഇനി എന്തായാലും വരില്ലല്ലോ. കാരണം വിജയ് മല്യ കൊടുത്ത സ്വർണം പൂശിയതിന് ശേഷം അവിടെ ഇൻസ്പെക്ഷൻ നടത്തിയ വ്യക്തിയാണ് പറയുന്നത് അത് കൃത്യമായിട്ട് അവിടെ പൂശിയിട്ടുണ്ട്. ഓക്കെ, കൃത്യമായി പൂശിയിട്ടുണ്ട്. അപ്പോൾ എവിടെയാണ് ഇവിടെ ഒരു ഒളിച്ചുകളി നടന്നത്, അല്ലെങ്കിൽ ഈ കട്ടെടുക്കൽ നടന്നത്? ഇത് 2019 കൊണ്ടുപോകുമ്പോഴാണോ അത് അതിൻ്റെ മുമ്പാണോ? ഇതിൻ്റെയൊക്കെ രേഖകൾ എവിടെ ഇരിക്കുന്നു? രേഖകൾ ഉണ്ടെങ്കിൽ തന്നെ ഇത് പൊളിച്ചെടുക്കുമ്പോഴുള്ള വെയിറ്റ് അവിടെ രജിസ്റ്റർ ചെയ്തിട്ട് അവിടെ നോട്ട് ചെയ്തിട്ടുണ്ടോ? തിരിച്ച് വെക്കുന്ന സമയത്തുണ്ടോ? അങ്ങനത്തെ കുറേ കോൺസ്പിറസീസ് ഇതിനകത്ത് കിടക്കുന്നുണ്ടല്ലോ. ഇതിൽ മെയിൻ കാര്യം, പാളികൾ ഇടക്കിയെടുത്ത് കൊണ്ടുപോകുമ്പോഴും മിനുക്കുമണികൾ ശേഷം തിരികെ കൊണ്ടുവരുമ്പോഴും രേഖപ്പെടുത്തിയ തൂക്കത്തിലാണ് കാര്യമായ കുറവ് കണ്ടെത്തിയത്. അതുപോലെ തന്നെയാണ് കോടതിയും പറയുന്നത്. ഈ കുറവിലാണ് ഹൈക്കോടതി എന്ത് ചെയ്ത് ഇടപെട്ടത്. ഈ കുറവ് എങ്ങനെ വന്നു എന്നുള്ളതാണ് ഇവിടുത്തെ മെയിൻ ചോദ്യം. അതിലാണ് ഇതിലെന്ത് വന്നത്, ഈ പറഞ്ഞ അന്വേഷണവും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിലേക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഏതെങ്കിലും ഈ ദ്വാരപാലക ശില്പങ്ങളല്ലാതെ പീഠമടക്കം പോയതിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ആർക്കെങ്കിലും, ഇപ്പോൾ ഈ മന്ത്രിമാരോ ബാക്കി ആളുകൾക്ക് ഒരു ഇടപെടലുണ്ടോ എന്നുള്ളൊരു സംശയം വരുന്നുണ്ടാവും. ഞാൻ പല രീതിയിലുള്ള ന്യൂസുകൾ ഇതിനകത്ത് കണ്ട സമയത്തും എനിക്ക് മനസ്സിലൊരു കാര്യം ഞാൻ ഇവിടെ പറയട്ടെ. ഇവിടെ കുറേ സർക്കാരിനെയോ മന്ത്രിമാരെയോ ബ്ലെയിം ചെയ്യാൻ നടക്കുന്നതിനേക്കാൾ കൂടുതൽ വേണ്ടത് ദേവസ്വം ബോർഡിലുള്ള അംഗങ്ങൾ, ഈ കാലയളവിൽ ദേവസ്വം ബോർഡിലുള്ള അംഗങ്ങൾ ഇതേപോലൊരു പ്രൊസീജിയർ, എന്തെങ്കിലും ഒരു സംഗതി പുനരുദ്ധാരണത്തിൻ്റെ ഭാഗമായിട്ട് പൊളിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ദേവപ്രശ്നം നടക്കണമല്ലോ. ഇതിലെല്ലാം ഞാൻ കേട്ടത് ഏതോ ഒരാൾ സ്വപ്നം കണ്ടപ്പോൾ അതിൻ്റെ പേരിൽ ഇളക്കി മാറ്റി എന്നുള്ളതാണ്. അതല്ല. അപ്പോൾ ഇവിടുത്തെ തന്ത്രിമാർ, ബോർഡ് മെമ്പേഴ്സ് ഓഫ് ദേവസ്വം ബോർഡ്, ഈ പറഞ്ഞ ആളുകൾക്കിടയിലുള്ള ഒരു കോക്കസാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ രീതിയിലുള്ള അടിച്ചു മാറ്റൽ പ്രക്രിയ നടത്തിയിട്ടുള്ളത്. അവരൊക്കെ ഇപ്പോഴും ഒറ്റക്കെട്ടായിട്ട് തന്നെ നിന്നിട്ടാണ് ഈ വിഷയങ്ങൾ എന്ത് ചെയ്യുന്നത്, ഹാൻഡിൽ ചെയ്യുന്നത്. ഒരു പോറ്റിയുടെ തലയിൽ മാത്രം വെച്ച് ഇവരതിൻ്റെ ഫോക്കസ് മൊത്തം അങ്ങോട്ട് മാറ്റി. അതാണ് ഇതിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം. അതിനുള്ളൊരു വ്യക്തമായ ഉദാഹരണം ഞാൻ ഇവിടെ കേൾപ്പിച്ചു തരാം. 2019 എന്തുകൊണ്ട് ഇത് സ്വർണം പൂശാൻ വേണ്ടി കൊടുക്കേണ്ടി വന്നു എന്ന് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ പത്മകുമാർ പറഞ്ഞ വാക്കുകൾ കേൾക്കുക. സ്വർണം പൂശിയ പാളിയാവാം, പക്ഷെ അന്ന് ഞാൻ ഇത് കാണുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ചുമതല ഏറ്റെടുക്കുമ്പം ആ സ്വർണം മുഴുവൻ പോയി നിൽക്കുന്ന ചെമ്പുപാളിയാണ്. ചെമ്പുപാളിയാണല്ലോ യഥാർത്ഥത്തിൽ. ഇത് ഈ പറയുന്ന ഇപ്പോൾ ഈ ചെമ്പുപാളിയാണോ സ്വർണ്ണപ്പാളിയാണോ എന്നുള്ള തർക്കം വരാൻ കാര്യം എന്താ? ഇപ്പോൾ കേന്ദ്രമന്ത്രിയായിരുന്നൊരു മാന്യദേഹം തന്നെ പറഞ്ഞു, ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ 44 കിലോ സ്വർണം, അദ്ദേഹത്തിന്റെ വാദം അതാണ്. തിരിച്ചു വന്നപ്പോൾ 38 കിലോ സ്വർണം. അങ്ങനെ ഒരു 6 കിലോ സ്വർണത്തിന്റെ കുറവെന്നൊക്കെയാ പറഞ്ഞത്. അല്ല, അതാണ് അദ്ദേഹം പറഞ്ഞത്. എങ്ങനെ ഇരിക്കുന്നുണ്ട് ഇത്? ഞാൻ സത്യം പറഞ്ഞാൽ ആകെ അന്തവിടുത എവിടെയാണ്. ഇതെങ്ങനെ സ്വർണം ചെമ്പുപാളി? ഇവർക്ക് എങ്ങനെ ഇത്ര എന്താ പറയുക ഓപ്പണായിട്ട് വന്നിട്ട് ഇത്രയും വലിയൊരു മണ്ടത്തരം പറയാൻ പറ്റും? സ്വർണം പൂശിയതാന്നുള്ളത് കൃത്യമായിട്ട് ആളുകൾ ഇവിടെ സംസാരിക്കുന്നുണ്ട്. സ്വർണം പൂശിയ ഒരു സംഗതി, ഓക്കെ, സ്വർണ്ണ കളറിൽ തന്നെയാണ് എല്ലായിടത്തും നമ്മൾ ഈ പറഞ്ഞ ക്യാമറയിലും വീഡിയോയിലും കണ്ടിട്ടുള്ളത്, അവിടെ പോകുന്ന ഭക്തരും കണ്ടിട്ടുള്ളത്. സ്വർണം മാറി അല്ലെങ്കിൽ ആ സ്വർണം ഒലിച്ചു പോയി, ഈ സ്വർണം എങ്ങനെ അത് സാധിക്കും? ഇതിനൊരു ലോജിക്കൊന്നും വേണ്ടി വരും. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു കൂട്ടം ആളുകൾ ചേർന്നിട്ടുള്ള ഒരു കോക്കസ് ഇതിൻ്റെ ബാക്കിൽ കളിച്ചോ ഇല്ലേ എന്നുള്ളൊരു സംശയം നമുക്ക് അവിടെയാണ് വരുന്നത്. ഓക്കെ, ഇനി ഇപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് ഇളക്കി മാറ്റി കൊണ്ടുപോയി കൊടുത്ത് സ്വർണം രണ്ടാമത് പൂശാൻ പറഞ്ഞ ടീമുണ്ടല്ലോ, ആ ടീം പറയുന്നത് കൂടി നിങ്ങൾ കേൾക്കണം. നോക്കൂ, 2019 സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചത് പ്യുവർ കോപ്പർ കൊണ്ടുള്ള പാളികളാണ്, അല്ലെങ്കിൽ കവചങ്ങളാണ്, ദ്വാരപാലക കവചങ്ങളാണ്. കാരണം കമ്പനിയുടെ പ്രോട്ടോക്കോൾ അനുസരിച്ച് മറ്റ് എന്തെങ്കിലും ലാക്കറിയോ കോട്ടിയോ ചെയ്തിട്ടുള്ള ഒരു ആർട്ടിക്കിൾസും നമ്മൾ ഗോൾഡ് ഡെപ്പോസിറ്റ് പ്ലേറ്റിങ്ങിന് വേണ്ടിയിട്ട് സ്വീകരിക്കാറില്ല. അപ്പോൾ 2019 നമ്മളുടെ അവിടെ എത്തിച്ചിരിക്കുന്ന സാധനം ചെമ്പ് കൊണ്ടുണ്ടാക്കിയ ദ്വാരപാലക
വിഗ്രഹങ്ങളുടെ പുറത്തുള്ള പാളികളാണ്. ഹൈക്കോടതിയുടെ ഏറ്റവും പുതിയ ആ ഇടക്കാല ഉത്തരവിൽ പോലും കോടതി പറയുന്നത് 2019 ഈ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൊതിഞ്ഞിരിക്കുന്നു എന്നത് അവിതർക്കിതമാണെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിൽ അവിടെ നിന്ന് അഴിച്ചതാണോ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചത് എന്നതാണ് സംശയം. അല്ല, അതിനെക്കുറിച്ച് സ്മാർട്ട് ക്രിയേഷൻസിനൊന്നും പറയാൻ സാധിക്കില്ല. കാരണം നമ്മുടെ അടുത്ത് കൊണ്ടുവന്ന സാധനം എന്താണെന്ന് മാത്രമേ നമ്മൾക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ശബരിമലയിൽ നിന്ന് അഴിച്ചത് തന്നെയാണോ കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ അത് ഒരു അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. അത് തന്നെയാണോ എന്നുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചോളം, എൻ്റെ കക്ഷിയായ സ്മാർട്ട് ക്രിയേഷൻസിനെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഞങ്ങളുടെ അടുത്ത് എത്തിച്ചിരിക്കുന്നത് പ്യുവറായിട്ട് കോപ്പറിലുണ്ടാക്കിയ സാധനമാണ്. അതൊന്നും പ്ലേറ്റ് ചെയ്തിട്ടുള്ള സാധനമല്ല. സ്വർണവും പൂശിയിട്ടില്ല, ഒന്നും പൂശിയിട്ടില്ല. കാരണം ഞങ്ങളുടെ പ്രോട്ടോക്കോൾ അനുസരിച്ച് എന്തെങ്കിലും ഒന്ന് പൂശിക്കഴിഞ്ഞാൽ ഞങ്ങളത് സ്വീകരിക്കത്തില്ല, പുതിയതായിട്ട് സ്വർണം പൊതിയാനായിട്ട്. കാരണം ഓൾറെഡി പ്ലേറ്റ് ചെയ്ത ഗോൾഡ് ആണെങ്കിൽ അതിൽ നിന്ന് റിമൂവ് ചെയ്യാനോ അത് പിന്നെ റിക്കവർ ചെയ്യാനോ ഉള്ള ഒരു പ്രോസസ്സ് ഞങ്ങൾ അണ്ടർടേക്ക് ചെയ്യാറില്ല. ഇപ്പോൾ 2019 സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച അതിൽ ഒരു പൊന്നുപോലും ഇല്ല. ഒരിക്കലുമില്ല. എത്തിച്ച സാധനങ്ങൾ ഞങ്ങൾ പ്യുവർ കോപ്പർ പ്ലേറ്റ്സിലുള്ള സാധനമാണ് എത്തിച്ചിട്ടുള്ളത്. അത് ഞങ്ങളുടെ ഒരു പ്രോസസ്സുണ്ട്. അതിനകത്ത് ഒത്തിരി വാക്സ് ഉണ്ടാവും, പിന്നെ ആ വാക്സൊക്കെ റിമൂവ് ചെയ്യണം. അതൊക്കെ അതിൻ്റെ നിർമ്മാണ സമയത്ത് ആർട്ടിസൻസ് ചെയ്യുന്നതാണ്. അതിൻ്റെ ഉയർന്ന ഭാഗങ്ങളൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി പുറകിൽ വാക്സൊക്കെ അവർ ഫില്ല് ചെയ്തിട്ടുണ്ടാവും, കുമിളകൾ പോലെയുള്ള ഭാഗങ്ങളൊക്കെ. അതെല്ലാം റിമൂവ് ചെയ്ത് പിന്നെ വെൽഡിങ് റെസിഡ്യൂസൊക്കെ ഉണ്ടാവും. വിളക്കുമ്പോൾ ഉണ്ടാവുന്ന ചില മെറ്റാലിക് റെസിഡ്യൂസ് ഉണ്ടാവും. അതെല്ലാം ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞ് ഫുള്ളായിട്ട് ബഫ് ചെയ്ത് വീണ്ടും വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തെല്ലാം വരുമ്പോൾ കുറച്ചൊരു വെയിറ്റ് ലോസ് വരും അതിനകത്ത്. കാരണം ബഫ് ചെയ്യുമ്പോഴൊക്കെ മെറ്റലാണല്ലോ നമ്മൾ ഈ രാവി കളയുന്നത്. അത് കഴിഞ്ഞ് വന്ന നമ്മൾ റെഡി ഫോർ പ്ലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 38 kilograms ഉള്ള ആർട്ടിക്കിൾസാണ് നമ്മൾ പ്ലേറ്റിങ്ങിലേക്ക് പോയിട്ടുള്ളത്. 397 grams ആണ് അന്ന് ഡെപ്പോസിറ്റ് ചെയ്തത്. ഇപ്പോൾ അത് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ 40 years വാറണ്ടിയിലാണ് നമ്മൾ ആ വർക്ക് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, ഇത് ഇപ്പോൾ ഏത് ടീമിൻ്റെ കയ്യിലാണോ സ്വർണം പൂശാൻ കൊടുത്തത്, അതായത് സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറഞ്ഞ ടീമിനാണ് സ്വർണം പൂശാൻ വേണ്ടി പോറ്റി കൊണ്ടുപോയി കൊടുത്തത്. അവർ വളരെ കൃത്യമായിട്ട് പറയുന്നു, ഇല്ല ഇത് കോപ്പറാണ്, ചെമ്പാണ് കൊണ്ടുവന്നത്. ഞാൻ സ്വർണം പൂശിയതിന് ശേഷമാണ് എനിക്ക് ട്വിസ്റ്റ്. ഇവർ സ്വർണം പൂശിയതിന് ശേഷം ഈ പോറ്റി ഇതെന്ത് ചെയ്തു, ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് നേരെ കൊണ്ടുപോയത് ശ്രീ ജയറാം, ആക്ടർ ജയറാമിൻ്റെ വീട്ടിലേക്ക്. ജയറാമിൻ്റെ എക്സ്പ്ലനേഷൻ അതിലും വലിയ കോമഡിയാണ്, അത് ഞാനിവിടെ വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ മിസ്മാച്ചുകളാണ്. 1999 വിജയ് മല്യ സ്വർണം പൂശിച്ച് അത് സ്വർണം പൂശിയതാണെന്ന് കൺഫേം ചെയ്ത ആളുകൾ ഒരു വശത്ത്, 2019 പോറ്റി ഇത് കൊണ്ടുപോകുന്ന സമയത്ത് പിച്ചളയാണ്, കോപ്പറാണ് എന്ന് പറഞ്ഞിട്ട് ചെമ്പാണ് എന്നൊക്കെ പറഞ്ഞ് വേറെ കുറേ ടീം ഒരു വശത്ത്. ഇതെന്നിട്ടിപ്പോൾ സ്വർണം പൂശി തിരിച്ച് കൊണ്ടും വന്നു. അപ്പോൾ ഇതിന് വെയിറ്റിനും വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ടൈം ഫ്രെയിമിനകത്ത് ഈ 1999 മുതൽ 2018 വരെ നോക്കുമ്പോൾ ഇവിടെ മകരജ്യോതി അടക്കമുള്ള എല്ലാ ടെലികാസ്റ്റ് ചെയ്ത ഈ പറഞ്ഞ ചാനലുകളുടെ വിഷ്വൽസിലും ഇത് സ്വർണ്ണമാണ്. ഇപ്പോൾ 2019 ഇത് എങ്ങനെ ചെമ്പായി? CCTV ഒന്നും ഇല്ലേട് ഈ പറഞ്ഞ ശബരിമലയിൽ. ഇത് കറുത്തിരിക്കുകയാണെങ്കിൽ അതിൽ വഴിയെങ്കിലും നമുക്ക് കാണാൻ പറ്റില്ല. ചെമ്പാണെങ്കിൽ ഇതിന് എന്തായാലും സ്വർണ്ണ കളർ വരില്ല. അത് നമുക്ക് അറിയാൻ പറ്റുന്നൊരു ഐറ്റമാണ്. അതും അറിയാൻ പറ്റുന്നില്ല. എന്താ നാട്ടുകാർ പൊട്ടന്മാരാ, ഭക്തന്മാർ മണ്ടന്മാരാ, ഒന്നിച്ചിരുന്ന് കട്ട് നക്കി തിന്നുക കുറേ ആൾക്കാർ. ഇത് കണ്ടുപിടിക്കാനൊന്നും ആരുമില്ല. ഏതെങ്കിലും ഒരുത്തൻ ഒരു ഹെൽമെറ്റ് വെക്കാതെ പോയാലോ ഒരു സീറ്റ് ബെൽറ്റ് ഇടാതെ പോയാൽ തെറ്റാണ്, തെറ്റ് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ സാഹചര്യം മൂലം മറന്നു പോയതോ അല്ലെങ്കിൽ പറ്റിപ്പോയതോ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ മുകളിൽ പിടിച്ച് കൊല്ലാക്കൊല ചെയ്യൂല. എല്ലാത്തിനും വേണ്ട, ലോൺ അടയ്ക്കാൻ 4 EMI തെറ്റിയാലടക്കം കുടുംബത്ത് കയറുന്ന ബാങ്ക് ടീമുള്ള നാടാണിത്. ഇമാതിരി കള്ളന്മാരെ പിടിക്കാനോ അവന്മാരെ ചോദ്യം ചെയ്യാനോ ഒരു വകുപ്പ് കൂടെ ഇല്ല. ഇനി ജയറാമിലേക്ക് നമുക്കൊന്ന് പോവാം. മികച്ച നടൻ ജയറാം. ഈ വിവാദ നായകനായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ വെച്ചുള്ള പരിചയമാണ്. അദ്ദേഹം എല്ലാ മകരവിളക്കിനും അവിടെ ഉണ്ടാകുന്ന വ്യക്തിയാണ്. ഞങ്ങൾ ഒരുമിച്ച് തൊഴാനൊക്കെ അവിടെ നിൽക്കുമ്പോഴുള്ള പരിചയമാണ്. അപ്പോ അതിനുശേഷം ഒരു ദിവസം അദ്ദേഹം ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങനെ വിളിച്ചു, ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്ന സ്വർണം രണ്ടാമത് ചെയ്ത സ്വർണ്ണ നടയും സ്വർണ്ണ മറ്റേ സൈഡിലുള്ള ദ്വാരപാലക ശില്പങ്ങളും അതിൻ്റെ ഇതെല്ലാം സ്വർണം പൂശി റെഡിയാക്കി പാക്ക് ചെയ്ത് ശബരിമലയ്ക്ക് പോകുന്നു. ഒന്ന് വന്നാൽ ഒന്ന് തൊട്ട് തൊഴാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അയ്യോ തീർച്ചയായിട്ടും വരാം എന്ന് പറയുന്നു. മദ്രാസിൽ പോകുന്നു. വീരമണി രാജുവും വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം എന്റെ വീടിനടുത്താണ്. അദ്ദേഹം പാട്ടൊക്കെ പാടി.
ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിച്ചതാ. ഓക്കെ. എന്നിട്ട് ഒരു പൂജയൊക്കെ ചെയ്തു, അതിലും ഞാൻ ഉണ്ടായിരുന്നു. ശരണം വിളിയും എല്ലാം കൂടി അത് അവിടെ നിന്ന് ഇത് ചെയ്തപ്പോൾ ഒരു അത്യാഗ്രഹത്തിന് ഞാൻ ചോദിച്ചു, പോകുന്ന വഴിക്കാണ് വീട്, ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇത് ഒരു സെക്കൻഡ് എന്റെ പൂജാമുറിയുടെ അവിടെ കാണിച്ചിട്ട് പോകാൻ പറ്റുമെന്ന് ചോദിച്ചു. കാരണം അയ്യപ്പൻ വീട്ടിലേക്ക് വരുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പൊ അവര് സമ്മതിക്കുകയും ചെയ്തു. തുടച്ച് ശുദ്ധമാക്കി. അവിടെ നിന്ന് തൊട്ടടുത്തൊരു ശങ്കരമഠമുണ്ട്, അവിടെ നിന്നൊരു 5-6 പേരെ പെട്ടെന്ന് വിളിച്ചു, രുദ്രം ചമകൊക്കെ ജപിക്കാൻ പറഞ്ഞിട്ട്. വേഗം ഞാന് സ്ഥിരമായിട്ട് ശബരിമലയ്ക്ക് പോകുന്ന മദ്രാസിലുള്ള നമ്മുടെ കുമരൻ ഫീസിന്റെ ഓണർ, പിന്നെ നമ്മുടെ നടൻ ജയം രവിയുടെ ഫാദറിലോ അവരുടെ ഫാമിലി പെട്ടെന്ന് എല്ലാരും വിളിച്ചു വരുത്തി. ഇങ്ങനെ സാധനം പോകുന്നുണ്ട്, വീട്ടിൽ വരുന്നുണ്ട്, ഒന്ന് തൊട്ട് പോകാനുള്ളൊരു ഭാഗ്യമുണ്ട്. അങ്ങനെ വീടിന് അടുത്തുള്ളവർ എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ശരണവിളിയോടുകൂടി ഇവര് കാറിൽ കൊണ്ടുവന്നു. ഒരു സെക്കൻഡ് ഇറക്കി പൂജാമുറിയുടെ അവിടെ വെച്ചു, കർപ്പൂരം കാണിച്ചു, വിളക്ക് കാണിച്ചു, തൊട്ട് തൊഴു. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് രുദ്രമൊക്കെ ജപിച്ചു, ശരണം വിളിച്ചു, നേരെ തിരിച്ച് കാറിൽ കയറ്റി അവർ കൊണ്ടുപോയി. അതാണ് സംഗതി. ഉണ്ണികൃഷ്ണൻ പോയിട്ട് എന്റെ കയ്യിൽ നിന്ന് അതിന് പൈസ മേടിക്കുകയോ എന്റെ കയ്യിൽ നിന്ന് പണപ്പിരിവ് എടുക്കുവാനോ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഉണ്ണികൃഷ്ണൻ പോറ്റി പണപ്പിരിവ് നടത്തിയോ, പൈസ എടുത്തോ എന്നുള്ളതൊക്കെ അന്വേഷണത്തിൽ തെളിയും. അത് അന്വേഷണത്തിൻ്റെ വഴിക്ക് പോട്ടെ. പക്ഷേ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പാറ്റേൺ എനിക്ക് എന്താ മനസ്സിലായത് അറിയോ? ഇതേപോലെ ദൈവത്തിനെ കാണാനും ദൈവത്തിന് അടുത്ത് തൊടാനൊക്കെ ആർത്തി മൂത്ത് നടക്കുന്ന ജയറാമിനെ പോലുള്ള കൊടൂര ഭക്തന്മാർ, മനസ്സിലായല്ലോ, ഇവന്മാരെ ചൂഷണം ചെയ്യുന്നത് ഒന്നിലേക്ക് പൈസയ്ക്കായിരിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് എന്താണ് ഒന്ന് 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 ആ ട്രാപ്പിൽ കയറ്റിയിടും. പിന്നെ നാളെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഫിനാൻഷ്യലി സഹായിക്കാനോ അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ വഴി വേറെ എന്തെങ്കിലും ഒരു ബന്ധങ്ങൾ സഹായിക്കാനോ ഒക്കെ ഇയാളെ ഹെൽപ്ഫുൾ ആവും എന്നുള്ള രീതിയിലുള്ള ആളുകൾ ഇവരെന്ത് ചെയ്യും, ട്രാപ്പ് ചെയ്ത് വെക്കും. അതായിരിക്കണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ലൈന്. പക്ഷേ ജയറാം എന്നാടേ ഇത്, തൂണിലും തുരുമ്പിലും ഭഗവാനുണ്ട്, ദൈവം എല്ലായിടത്തും ഉണ്ട്, സർവ്വതും ദൈവം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ടീംസാണ് ഇവരൊക്കെ. ശബരിമലയിൽ ആ വികാരങ്ങൾ ആലോചിച്ച് ഒരു ഭക്തനെ എങ്ങനെ ചൂഷണം ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണിത്. മനസ്സിലായില്ലേ? അതായത് ദൈവം ഇരിക്കുന്ന സ്ഥലത്ത് അന്ന് ദൈവാംശമുള്ള സംഗതി എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഈ പരിപാടി കാണിച്ചിട്ടുണ്ടാവുക. ഈ ആർത്തി മൂത്ത് നടക്കുന്ന ഭക്ത ശിരോമണി എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് വീട്ടിക്കും വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അവിടെ ഇത് ചെമ്പ് സ്വർണം പൂശിയെടുത്ത് പോയി കണ്ടിട്ട് തൊട്ട് തൊഴുത് അവിടുന്ന് മണിയും കിണി അടിച്ചിട്ട് പോരാന്നുണ്ടെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. പോണ വഴിക്ക് ഈ സാധനം, നിങ്ങൾ ആ വാക്ക് കേൾക്കണം. നിങ്ങൾ ഈ ജയറാം ഉപയോഗിച്ച വാക്ക് സാധനം, ഇയാൾക്ക് ഇത്ര അമൂല്യമാണ്, ദൈവാത്മികത ഉള്ള ദൈവാംശമുള്ള ഒരു വസ്തുവാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇന്നെപ്പോലുള്ള നിരീശ്വരവാദിയുള്ള സാധനം എന്ന് പറയും. ഇവരെങ്ങനെ സാധനം, ആ വസ്തു എന്നല്ലേ പറയുക? ഇയാൾ ഉപയോഗിച്ച ആ സാധനം കൂടി പോകണ്ടേ, വീട്ടിലേക്ക് കയറ്റിയിട്ട് പോകാൻ പറയാം. അപ്പോൾ ദൈവം വീട്ടിൽ വന്ന് പോയ പോലെ ഇരിക്കുന്നുള്ളത്. എന്തുവാണ് ഇത് പറയുന്നതിനൊരു ഒരു ഇത് വേണ്ടേ? സാധനം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് വിളിച്ച് കയറ്റുന്നത് വീട്ടിലേക്ക്. അപ്പോൾ അതെന്തല്ല, ആർത്തി മൂത്തതാണ്, ആർത്തി മൂത്തതാണ്. കാരണം ഇതേപോലെ ദൈവാംശമുള്ള ഒരു സംഗതി വീട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് 10 ആളെ മുന്നിൽ ഷോ കാണിക്കാം, അല്ലെങ്കിൽ പറയാം, ഫോട്ടോ വീഡിയോ എടുത്തിട്ട് എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്, മറ്റേ ശബരിമലയിൽ നിന്ന് കൊണ്ടുവന്ന ദ്വാരപാലക ശില്പത്തിൻ്റെ ഇതും മറ്റേ പാളികളും മറ്റേ സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി 10 ആൾക്ക് സെലിബ്രിറ്റീസ് അവരുടെ ഇടയിലുള്ള ഗോസിപ്പ് ടോക്സിൻ്റെ ഇടയിൽ ഈ സംഗതി വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഭക്ത ശിരോമണിയാണ് എൻ്റെ വീട്ടിൽ വന്നു പോയതാന്നുള്ളത് കാണിക്കാം. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മൊത്തത്തിൽ കിട്ടി, അതാണ് അയ്യപ്പനെ മൊത്തത്തിൽ കിട്ടി, ഞാൻ വിലക്കെടുത്തു എന്നുള്ള രീതിക്ക് വേണമെങ്കിൽ കാണിക്കാം. ഇത് ചൂഷണം ചെയ്യാൻ നടക്കുന്നവർ ഈ നാട്ടിലുള്ളത് കൊണ്ടാണ് ഇതേപോലുള്ള കക്കലും മുക്കലും നക്കലും നടന്നുകൊണ്ടിരിക്കുന്നത്, പള്ളിയിലാണെങ്കിലും അമ്പലത്തിലാണെന്നുണ്ടെങ്കിലും. ഇനിയെങ്കിലും ഞാൻ പറയുന്നു, ദയവ് ചെയ്തിട്ട് പൈസക്കാരനാണെങ്കിലും പണക്കാരനാണെന്നുണ്ടെങ്കിലും കാശ് കൊടുത്തും വഴിപാട് ചെയ്തും ഒന്നും പ്രീതിപ്പെടുത്തി നിങ്ങൾക്ക് സ്വന്തമാക്കേണ്ടതോ അല്ലെങ്കിൽ കാര്യപ്രാപ്തി വരുത്തേണ്ട ഒരു സംഗതിയല്ല നിങ്ങൾ ഈ വിശ്വാസമുള്ളവർക്ക് ഈ ദൈവം എന്ന് പറയുന്നത്. ദൈവം എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് ഈ ദൈവം. അല്ലാതെ നിങ്ങളെ സമ്പാദ്യം, നിങ്ങൾ ഉണ്ടാക്കുന്ന പൈസ, നിങ്ങളുടെ ഈ സംഗതി നിങ്ങളും നിങ്ങളെ കുടുംബവും ഉപയോഗിച്ച് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ചിലവാക്കി തീർക്കും. നാട്ടുകാർക്ക് നക്കാനും കക്കാനും കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ, ഏറ്റവും കട്ടും മുടിച്ചും തീർക്കും. മനസ്സിലായല്ലോ? അതാണ് സംഗതി. ഇതാണെങ്കിൽ ഇതിനൊന്നും ഒരു രീതിയിലുള്ള തെളിവുകളും കിട്ടാൻ പോകുന്നില്ല. ഒരു പോറ്റീൻ്റെ മുകളിൽ കുറച്ച് അന്വേഷണം നടത്തി ഇതാണ് തീർന്ന് കിട്ടും. കുറച്ച് പേർക്ക് ആഗോള അയ്യപ്പ സംഗമം നടന്നതിനൊരു ബദലടി എന്നുള്ള രീതിക്ക് ഇത് അടിക്കുക. ഇനി ഈ പാർട്ടിക്കകത്ത് തന്നെ ഉള്ളവർക്ക് ഇതെന്ത് ചെയ്യാം, ഇതൊരു മൈലേജ് ആക്കിയിട്ട് തരും. ഞങ്ങളുടെ ഭരണ സമയത്ത് ഞങ്ങൾ ഈ ഒരു സംഗതി കണ്ടുപിടിച്ചു, മനസ്സിലായോ, അമ്പലത്തിൽ നടന്നത് ഞങ്ങൾ അങ്ങനെ ആ രീതിയിൽ ഇത് ഫ്രെയിം ചെയ്യാം. പല രീതിയിൽ പൊളിറ്റിക്കലായിട്ട് ഈ സംഗതി ഇവർക്കൊക്കെ ഉപയോഗിക്കുകയും ചെയ്യാം. ഇതാണെങ്കിലും നഷ്ടപ്പെട്ടത് ശബരിമല അയ്യപ്പൻ്റെ സമാധാനമാണ്, അല്ലാതെ സ്വർണ്ണം നഷ്ടപ്പെട്ടതോ ബാക്കിയല്ല. ഇവർ ഈ ആഗോള അയ്യപ്പൻ സംഗമം നടത്തിയിട്ടും പാളി കട്ട് വിറ്റിട്ടും മറ്റേ സ്ത്രീകൾ കയറുന്നതും
ഇനി അവിടെ കയറി നാട്ടുകാരുടെ ബഹളവും ഒച്ചയും വിളിയും ഇതൊക്കെ സ്വൈരവും സമയം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ശബരിമല അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ കാട്ടിൽ പോയിട്ട് അവിടെ പോയി ഇരിക്കാൻ കാരണം അയാൾക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായില്ലേ? സമാധാനത്തിന് വേണ്ടിയിട്ട് പോയി കൂടിയിരുന്നൊരു മനുഷ്യനാണ്. അങ്ങനെയാണ് ഐതിഹ്യങ്ങളിലുള്ളത്. അതൊക്കെ വിശ്വസിക്കുന്നവർ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. എനിക്കിതിലൊന്നും ഒരു വിശ്വാസമല്ല. അങ്ങനെ ഒരാളെ ഉണ്ടോ അല്ലെങ്കിൽ എന്താ പരിപാടി എന്ന് എനിക്കിപ്പോൾ മനസ്സിലാവില്ല. കല്ല് കണ്ടാലും 4 സ്വർണ്ണമല്ലല്ലോ മറ്റേ മഞ്ഞ ചുവപ്പോ സിന്ദൂരം തൊടിയിച്ച് അതിനെ പോയി പൂജ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മളെ നാട്ടിൽ. അതാണ് ഇവിടുത്തെ വിശ്വാസം. അപ്പം എന്താ സംഗതി അറിയില്ല. വിശ്വാസികളുടെ വിശ്വാസം അനുസരിച്ച് അങ്ങനെ അവിടെ പോയിരുന്ന് തപസ് ചെയ്യണം, അല്ലെങ്കിൽ അവിടെ പോയിരുന്നിട്ട് എന്ത് ചെയ്യണം, മനസമാനായിട്ട് ഓടിയതാ കാട്ടിക്ക്. അവിടെയും പോയിട്ട് ശല്യം ചെയ്യണോ? എന്തുവാടെ ഇത്? ഇനി ഒറ്റൊരു അന്വേഷണം കൂടി നടത്തും നിങ്ങളെല്ലാവരും കൂടി, ആ വിഗ്രഹം അവിടെ തന്നെ ഉണ്ടോ എന്നുള്ളത്. അതോ ഇനി ഏതെങ്കിലും സെലിബ്രിറ്റീൻ്റെ വീട്ടിൻ്റെ പൂജാമുറിക്കകത്താണോ വിഗ്രഹം? അതോ ഇനി പീസായിട്ട് എല്ലാ സെലിബ്രിറ്റികളും കൂടി വീതിച്ചെടുത്തോ? ഇതേപോലുള്ള പോറ്റിമാർ കയറിയിട്ട് കാലാകാലമായി കട്ട് കൊണ്ടുപോയോ എന്നുള്ളതൊക്കെ അപ്പോൾ മനസ്സിലാവും.